എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നും ചെങ്കോട്ട വരെയുള്ള ദീർഘമായ യാത്ര. എന്താണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പെന്തക്കോസ്ത് സഭയുടെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് കൊട്ടാരക്കര. ജോർജ് ബർഗ് ആദ്യം കടന്നു വന്ന് സുവിശേഷം അറിയിച്ച പ്രദേശം. പിന്നീട് റവറൻഡ് റോബർട്ട് എഫ് കുക്ക് ഇവിടെ കടന്നു വന്നു, ഇവിടെ താമസിച്ചു കുറച്ചുനാൾ. ചുറ്റുവട്ടത്തുള്ള ധാരാളം ആൾക്കാരിൽ സ്നാനപ്പെടുത്തി അവിടെയൊക്കെ സഭകൾ ആരംഭിച്ചു. അങ്ങനെയൊക്കെ ആദ്യകാല പെന്തക്കോസ്ത് അവരുടെ പ്രവർത്തനങ്ങളാൽ നിറഞ്ഞു നിന്ന ഒരു പ്രദേശമാണ് കൊട്ടാരക്കര. ദി പെന്തിക്കോസ്ത് മിഷൻ്റെ ഒരു ശക്തമായ കേന്ദ്രം കൂടിയാണ് കൊട്ടാരക്കര. ഈ പ്രദേശത്തിന് 10-15 കിലോമീറ്റർ ചുറ്റളവിൽ സെമിനാരികൾ, ബൈബിൾ സ്കൂളുകൾ, വലിയ സഭകൾ ഒക്കെ പെന്തിക്കോസ്ത് സഭകൾക്കുണ്ട്. അങ്ങനെയുള്ള ഈ കൊട്ടാരക്കര മുതൽ ചെങ്കോട്ട വരെയുള്ള സ്ഥലം അക്കാലത്ത് പെന്തക്കോസ്ത് പ്രവർത്തകരുടെ തമിഴ്നാടിനെ ബന്ധിപ്പിച്ചിരുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ട്രെയിൻ ഗതാഗതം, രണ്ട് റോഡ് മാർഗം. അന്ന് വണ്ടിയൊന്നുമില്ല, കാളവണ്ടിയിലാണ് യാത്ര. ഇന്ന് ഈ മൺപാതകൾ കൂടി കാളകളെയും തെളിച്ചുകൊണ്ട് കടന്നു പോകുന്ന മിഷണറിമാർ ഒന്ന് നാം ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. അവരനുഭവിച്ച ത്യാഗം. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അധികം കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുടെ ആരംഭകാല പ്രവർത്തകനായ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത, വളരെ ത്യാഗപൂർണമായ ജീവിതം നയിച്ച ഒരു വലിയ വ്യക്തിയാണ് റവറൻഡ് റോബർട്ട് എഫ് കുക്ക് എന്ന റവറൻഡ് കുക്ക് സാഹിബ്. എന്തൊക്കെ നമ്മൾ ചെയ്താലും അദ്ദേഹത്തിൻ്റെ തട്ട് താണു തന്നിരിക്കും. കാരണം ജീവിതത്തിൽ സുവിശേഷീകരണം എന്ന ലക്ഷ്യത്തോടെ കണ്ട ദർശനത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയിൽ താനും തൻ്റെ കുടുംബവും ഇന്ത്യയെക്കുറിച്ച് കേട്ട് ഇന്ത്യ എന്ന സ്ഥലത്തേക്ക് കടന്നു വരികയും ഇവിടെ വന്ന് ബാംഗ്ലൂരിലെത്തുകയും അവിടുന്ന് നമ്മുടെ കേരളത്തിലെത്തുകയും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയും ധാരാളം ആത്മാക്കളെ നേടുകയും ചെയ്ത ഒരു വലിയ സഭയ്ക്ക് തുടക്കമിട്ട ഒരു ദൈവഭൃത്യനായിരുന്നു റവറൻഡ് റോബർട്ട് എഫ് കുക്ക്. അന്നത്തെ കാലത്ത് അമേരിക്ക പോലെ ഒരു രാജ്യത്തു നിന്ന് അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത ഇന്ത്യയിലെ കേരളം പോലൊരു സ്ഥലത്തേക്ക് ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് കടന്നു വന്ന് സുവിശേഷം പറയുക. ആ കാലയളവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോവുക, കുഞ്ഞുങ്ങൾ മരിച്ചു പോവുക. അത്തരത്തിലുള്ള വളരെ കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടിയിട്ടും അവരുടെ ജീവിത വീക്ഷണത്തിന് വ്യത്യാസം വരുത്തുകയോ അവരുടെ ജീവിത ദർശനത്തിൽ നിന്ന് മാറുകയോ ചെയ്യാതെ ഓരോ വീടുകളും ഗ്രാമങ്ങൾ തോറും മീറ്റിങ്ങുകൾ വെച്ച് അവിടെയൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് നമുക്ക് കാട്ടിത്തന്ന വലിയൊരു മാതൃക കുക്ക് സാഹിബ് എന്ന മനുഷ്യൻ നമുക്ക് കാട്ടിത്തന്നത്. ഇന്നത്തെ പോലെയുള്ളൊരു സുവിശേഷ വേലയായിരുന്നില്ല ഒരു 100 വർഷം മുമ്പ് ഇവിടെ. അവരെ സംബന്ധിച്ച് അവരുടെ മുന്നിലുള്ള സുവിശേഷ വേലയെന്ന് പറഞ്ഞാൽ കഷ്ടവും പീഡതയും ദുഃഖവും നിരാശയും മരണവും മുൻപിൽ കണ്ടിട്ടുള്ള പ്രവർത്തനമാണ്. ഇന്നിപ്പോൾ അതല്ലല്ലോ. ആരെങ്കിലും നമ്മളെ ഒന്ന് തോണ്ടാൻ വന്നാൽ അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുക. ദൈവപ്രവൃത്തി കാണുവാൻ നമുക്ക് സമയമില്ലല്ലോ. എങ്ങനെയെങ്കിലും സുവിശേഷ വേല എന്ന പേരിലോ മറ്റോ അമേരിക്കയിലേക്ക് കടന്നു പോയാൽ അത്രയുമായി, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് കടന്നു പോയാൽ അത്രയുമായി എന്ന് ചിന്തിക്കുന്നവരുടെ ഒരു ലോകമാണിപ്പോൾ. ഇതിനിടയ്ക്ക് സുവിശേഷീകരണത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എത്ര പേരുണ്ട്. തീർച്ചയായും അത്തരം അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ ഭൂരിപക്ഷത്തിനും
അത്തരം അനുഭവങ്ങൾ ഇന്ന് ഇല്ല. ഉള്ളവരുണ്ട്. തീർച്ചയായിട്ടും ഈ കാലയളവിൽ ഞങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സംഭാവന മിഷണറിമാരുടെ യാത്രകളെക്കുറിച്ച്, അവരനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറു ലഘു വിവരണം ഈ യാത്രയിലുടനീളം നൽകുക എന്നതാണ്. പ്രദേശത്തിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ജോർജ് ബർഗ് വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ത്യയിലെത്തിയ ആദ്യ പെന്തക്കോസ്ത് മിഷണറി. അദ്ദേഹം ഇവിടെ വന്ന് ചുറ്റും മീറ്റിങ്ങുകൾ നടത്തുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവരുടെ റോബർട്ട് എഫ് കുക്ക് എന്ന കുക്ക് സാഹിബ് വന്നിട്ടുണ്ട്. അദ്ദേഹം ചുറ്റുവട്ടത്തുള്ള സഭകളിലൊക്കെ കടന്നുപോയി നൂറുകണക്കിന് ആത്മാക്കളെ നേടി ആ സഭകളിൽ വിവാഹ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകൾ നിർവഹിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. ധാരാളം ആത്മാക്കളെ നേടി. ഇവിടെ കൊട്ടാരക്കര പ്രദേശത്ത് താമസിച്ചു കുറച്ച് നാൾ. അതിനുശേഷമാണ് ഇവിടുന്ന് മുളക്കഴയിലേക്ക് കടന്നു പോകുന്നത്. അതുപോലെ ബൈബിൾ സ്കൂളുകൾ, സെമിനാരികൾ, വലിയ സഭകൾ ഒക്കെ ഈ കൊട്ടാരക്കര പ്രദേശത്തുണ്ട്. കൊട്ടാരക്കരയുടെ പ്രദേശത്തിൻ്റെ ഹൃദയഭാഗത്താണ് ദി പെന്തക്കോസ്ത് മിഷൻ സഭയുടെ കൊട്ടാരക്കര സെൻറ്റർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജനറൽ കൺവെൻഷന് കടന്നു വരുന്നത് ഈ കൊട്ടാരക്കര സെൻട്രൽ കൺവെൻഷനാണ്. അങ്ങനെ കൊട്ടാരക്കരയെ സംബന്ധിച്ച് പെന്തക്കോസ്ത് സഭകളുടെ പിള്ളത്തൊട്ടിൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് കൊട്ടാരക്കര. ഇവിടെ ശാരോനുണ്ട്, ചർച്ച് ഓഫ് ഗോഡിൻ്റെ സഭകളുണ്ട്, IPCക്ക് ഇവിടെ ഒരു കൺവെൻഷൻ സ്റ്റേഡിയമുണ്ട്, ഒപ്പം അവിടെ ഒരു വലിയ സഭയുണ്ട്. ഇവിടെ കൊട്ടാരക്കര ഒരു സെമിനാരിയുണ്ട്, കേരള തിയോളജിക്കൽ സെമിനാരി. അതുപോലെ തന്നെ മെഗാ ചർച്ചുണ്ട്. ചുരുക്കത്തിൽ എല്ലാ പെന്തക്കോസ്ത് സഭകളെയും പ്രതിനിധീകരിക്കത്തക്ക രീതിയിലുള്ള സഭകൾ കൊട്ടാരക്കര ടൗണിലുണ്ട്. ഇവിടെ ഏറ്റവും പഴക്കമുള്ള ഒരു സഭ എന്ന് നാം വിശേഷിപ്പിക്കപ്പെടുന്നത് തൃക്കണ്ണമംഗലിലുള്ള മലങ്കര പൂർണ്ണ സുവിശേഷ സഭയാണ്. പരേതനായ ജോൺ മാത്യു ആയിരുന്നു അതിൻ്റെ പാസ്റ്റർ. കുക്കു സാഹിബിൻ്റെ കാലം മുതലേ ആ സഭ അവിടെ ഉണ്ടായിരുന്നു. ആ സഭയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ്. അതുപോലെ കൊട്ടാരക്കര തിയോളജിക്കൽ സെമിനാരിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും കാണാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നമ്മൾ നിൽക്കുന്ന കൊട്ടാരക്കര. ഈ കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ നേരെ യാത്ര തുടരുകയാണ്. ഞങ്ങളോടൊപ്പം യാത്ര തുടരാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ ചാനൽ അറിയാത്തവർക്ക് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ ഈ ചാനൽ അനുഗ്രഹകരമായ രീതിയിൽ മുന്നേറുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. നമുക്ക് യാത്ര തുടരാം. QS റോഡ്, കൊല്ലം ചെങ്കോട്ട റോഡിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.